മെറിറ്റ് മറികടന്ന് അഡ്മിഷൻ നടത്തിയ വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജിന് നഴ്സിംഗ് കോഴ്സ് അനുവദിക്കാൻ നടത്തിയത് വഴിവിട്ട നീക്കങ്ങൾ. നഴ്സിംഗ് കൗൺസിൽ പരിശോധനാ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ കണക്കുകൾ വ്യാജമെന്ന് 24 അന്വേഷണത്തിൽ കണ്ടെത്തി. 24 ഇൻവെസ്റ്റിഗേഷൻ. ആരോഗ്യവകുപ്പിന്റെ രേഖകളിൽ പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ ശ്രീ അയ്യപ്പ എന്ന പേരിൽ ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നില്ല. എന്നാൽ നേരിട്ട് വടശ്ശേരിക്കരയിലെത്തിയപ്പോൾ കണ്ടത് ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജ് എന്ന പേരിലുള്ള സ്ഥാപനം. അതായത് മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് സ്വന്തം നിലയിൽ ശ്രീ അയ്യപ്പ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നു. ശ്രീ അയ്യപ്പ എന്ന സ്ഥാപനത്തിന് നഴ്സിംഗ് കോളേജ് അനുവദിച്ച് കിട്ടുന്നത് ഈ വർഷമാണ്. ഇവിടെ BSc നഴ്സിംഗ് സീറ്റ് അനുവദിക്കാൻ നടത്തിയ പരിശോധന ഈ വർഷം സെപ്റ്റംബർ 9-ന്. അന്ന് കണ്ടെത്തിയത് സ്ഥാപനത്തിൽ 300 കിടക്കകളിൽ 141 രോഗികൾ ഉണ്ടെന്നാണ്. ഒപ്പം സെപ്റ്റംബറിൽ ഒരു പ്രസവം നടന്നുവെന്നും കണക്കിൽ പറയുന്നു. ആകെ കിടക്കകളുടെ 75% രോഗികൾ വേണമെന്ന നിബന്ധനയും മാസം 100 പ്രസവം നടക്കണമെന്ന നിബന്ധനയും പാലിക്കാതെയാണ് നഴ്സിംഗ് കോളേജ് അനുവദിച്ചത്. തൊട്ടടുത്ത മാസം ഒക്ടോബർ 16-ന് ജനറൽ നഴ്സിംഗ് അനുവദിക്കാൻ വീണ്ടും നഴ്സിംഗ് കൗൺസിൽ പരിശോധന നടത്തി. അന്ന് രോഗികളുടെ എണ്ണം 255 ഉയർന്നു. ഒക്ടോബർ മാസത്തെ പ്രസവം 5 നോർമൽ പ്രസവം ഉൾപ്പെടെ 20 എണ്ണമായും ഉയർന്നു. ഒരു മാസത്തിനിടയിൽ പ്രസവ കണക്കിൽ അസ്വാഭാവികമായ വർധന. ഇത് പരിശോധിക്കാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഡേറ്റ പരിശോധിച്ചു. കണക്കെങ്ങനെ? 20 പ്രസവം നടന്നുവെന്ന് നഴ്സിംഗ് കൗൺസിൽ കണ്ടെത്തിയ ഒക്ടോബറിൽ പ്രസവങ്ങൾ ഒന്നും തന്നെ ശ്രീ അയ്യപ്പയിൽ നടന്നിട്ടില്ല. 7 മാസത്തിനിടെ നടന്നത് 4 പ്രസവങ്ങൾ മാത്രം. ആശുപത്രിയിൽ നേരിട്ട് പരിശോധന നടത്തിയ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർ തന്നെ വകുപ്പിനെ കബളിപ്പിച്ച് സ്വകാര്യ മാനേജ്മെന്റിനായി വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കി എന്ന് ചുരുക്കം. ഇവയെല്ലാം നടക്കുന്നത് അങ്ങ് തമിഴ്നാടോ ആന്ധ്രയിലോ ഒന്നുമല്ല. പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന മികച്ച ആരോഗ്യ സംവിധാനങ്ങളുണ്ട് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാണ്. ഒപ്പം ആരോഗ്യമന്ത്രിയുടെ ജില്ലയിലാണ്. നടപടിയെടുക്കേണ്ടത് ആരോഗ്യമന്ത്രിയാണ്. ക്യാമറമാൻ ഷൈജു ചൗസരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.